വയനാടിൻ്റെ മലനിരകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചെറിയ സ്വർഗമാണ് ഈ ഗ്രാമം. ഈ ഗ്രാമത്തിൻ്റെ പേരാണ് കൊറോം ഗ്രാമപഞ്ചായത്ത്. പച്ചപ്പും മലകളും കുളകളും ചേർന്ന ഈ ഗ്രാമം പ്രകൃതിയുടെ മനോഹാരിതയെ മുഴുവൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. കാലത്തിൻ്റെ സ്പർശം എത്രമാത്രം മാറിയാലും കോറോമിൻ്റെ മണ്ണും ജനങ്ങളും ഇന്നും പ്രകൃതിയോടൊപ്പം ജീവിക്കുന്നുണ്ട്. നിശബ്ദതയിലൂടെയും പച്ചപ്പിലൂടെയും നീളുന്ന ഈ ഗ്രാമം നഗരങ്ങളുടെ കയറ്റിറക്കങ്ങൾ മറയ്ക്കുന്ന ഒരു ശാന്തത നൽകാറുണ്ട്. പുലരിയുടെ കാറ്റിൽ മൂടൽമഞ്ഞിറങ്ങുമ്പോൾ നെൽപ്പാടങ്ങൾ മഞ്ഞിൽ മറഞ്ഞു നിൽക്കുന്ന കാഴ്ച അത് കാണുന്നവൻ്റെ മനസ്സ് നിറയ്ക്കാറുണ്ട്. ഇത് കോറം ടൗൺ ഏരിയയാണ്. ഈ ടൗൺ ഏരിയയിൽ കൂടി നമ്മളൊന്ന് കറങ്ങി നമ്മുടെ പ്രകൃതിയുടെ ഏറ്റവും ഭംഗിയായ സ്ഥലങ്ങൾ കണ്ടുവരാം. കോറോമിലെ ജീവിതം കൃഷിയോടെയാണ് ചേർന്നിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾ പ്രധാനമായും നെൽകൃഷി, കാപ്പി, ഏലം, ഇഞ്ചി, മുളക് തുടങ്ങിയ വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. മണ്ണിൻ്റെ മണവും കർഷകരുടെ കൈപ്പാടും ചേർന്നാണ് ഈ കോറോമിൻ്റെ സമൃദ്ധി നിലനിൽക്കുന്നത്. ഇവിടെ പലരും ജൈവ കൃഷിയിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. പ്രകൃതിയോട് സൗഹൃദമായ ഈ രീതികൾ ഭൂമിയോടുള്ള ബഹുമാനത്തിൻ്റെ അടയാളം തന്നെയാണ്. പ്രതിദിനം പിറന്നാൽ കർഷകർ അവരുടെ മുഖത്ത് പാടങ്ങളിലേക്ക് പുഞ്ചിരിയുമായി പോകാറുണ്ട്, മനസ്സിൽ പ്രതീക്ഷയോടെ. കോറോം ഗ്രാമത്തിൻ്റെ ഭംഗി അതിൻ്റെ പ്രകൃതിയിൽ തന്നെയാണ്. പകൽ പാതി പക്ഷികളുടെയും പാട്ടും കാറ്റിൻ്റെ സംഗീതവുമാണ് ഇവിടെ കേൾക്കാൻ കഴിയുന്നത്. മലനിരകളിലൂടെ ഒഴുകുന്ന ചെറിയ നീരുറവുകൾ ഈ ഭൂമിയെ സജീവമാക്കുന്നുണ്ട്. മഴക്കാലത്ത് കോറോമിൻ്റെ കാഴ്ച അത്ഭുതമാണ്. കുന്നുകൾ മഞ്ഞിൽ മറയുമ്പോൾ നദികൾ നിറയുന്ന വെള്ളം ജീവിതത്തിന് പുതു ആവേശം നൽകുന്നുണ്ട്. പകൽ മുഴുവൻ പച്ചപ്പിൻ്റെ മണമുള്ള കാറ്റ്, വൈകുന്നേരം സൂര്യൻ മലമുകളിൽ അസ്തമിക്കുമ്പോൾ സ്വർണ്ണ നിറം പകരാറുണ്ട്. ആ സമയം കോറോം ഗ്രാമം പ്രകൃതിയുടെ ശാന്ത സംഗീതം പാടുന്ന ഒരു മനോഹര കവിതയായി മാറാറുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ വളരെ സൗഹൃദപരരാണ്. അതിഥി സൽക്കാരികളുമാണിവർ. ഗ്രാമത്തിൻ്റെ വഴികളിലൂടെ നടന്നാൽ കുട്ടികളുടെ ചിരിയും വീടുകളുടെ മുന്നിലെ തുളസിത്തറയും ഒക്കെ ചേർന്ന് ഒരു സ്നേഹത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കാറുണ്ട്. കോറോമിലെ ഉത്സവങ്ങൾ, പാട്ടുകൾ, നാടൻ കലാരൂപങ്ങൾ ഇവയെല്ലാം ഈ പ്രദേശത്തിൻ്റെ സാംസ്കാരിക സമ്പത്താണ്. ഒരാളും മറ്റൊരാളെയും പരിചയമുള്ളതുപോലെ, ഒരു കുടുംബം എന്ന പോലെയാണ് ഇവിടെയുള്ളവർ ജീവിക്കുന്നത്. കോറോമിനെ കാണുന്നത് പ്രകൃതിയെ കാണുന്നതല്ല, അതൊരു ജീവിതശൈലിയെ അനുഭവിക്കുന്നത് പോലെയാണ് തോന്നാറുള്ളത്. മലയോര മണ്ണിൻ്റെ ആഴത്തിലുള്ള ആത്മാവാണ് കോറോം ഗ്രാമം. ശാന്തതയും സൗന്ദര്യവും ഒന്നിക്കുന്ന ഒരു നിത്യ കവിതയായി മാറാറുണ്ട്. ഇതാണ് കോറോം ഗ്രാമം. വയനാടിൻ്റെ ഹൃദയത്തിൽ മുത്തുപോലെ മിന്നുന്ന ഒരു ചെറിയ സ്വർഗമാണിത്. വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഈ കോറോം ഗ്രാമപഞ്ചായത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയുക. ടൗൺ ഏരിയ ചെറിയൊരു ടൗണാണ്. ആ ടൗൺ ഏരിയ വിട്ട് കഴിഞ്ഞ് നമ്മൾ ഈ ഭംഗികളൊന്ന് കാണാൻ വെച്ച് ഉൾപ്രദേശത്തേക്ക് കയറുമ്പോൾ മനോഹരമായി ഇങ്ങനെ കിടക്കുന്ന വാഴത്തോട്ടങ്ങൾ, അതിൽ കരിഞ്ഞുണങ്ങിയതും അതിൽ പച്ചപ്പായി നിൽക്കുന്നതും ഒക്കെയായ ഭംഗിയോടുകൂടിയ സ്ഥലങ്ങളും നെൽക്കതിരുകളും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മനോഹരമായ ഒരു പ്രദേശം തന്നെയാണ് കേട്ടോ. ഇവിടെ വലിയൊരു സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ വലിയ ഗ്രൗണ്ട് പ്രദേശമാണ് നമുക്കിവിടെ കാണുന്നത് കേട്ടോ. നല്ല മനുഷ്യരുമാണ്, നല്ല സ്ഥലമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. വെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശക്തമായ വെയിലുണ്ട്, നല്ല ചൂടുണ്ട് കേട്ടോ. വയനാട്ടിലെ മുമ്പത്തെ കാലാവസ്ഥയിൽ നിന്നും വ്യത്യസ്തമാണ് കേട്ടോ. അപ്പോൾ ബൈ.